നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബിരാൻ MP രാജ്യസഭയിൽ പറയുകയാണ്. രാജ്യസഭയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോ എന്ന് ജനങ്ങളോട് പറയണം. അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്നും തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ജലവൈദ്യുത പദ്ധതികളോട് തനിക്ക് എതിർപ്പാണ് എന്ന പുനരുപയോഗ ഊർജവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഹാരിസ് ബിരാൻ വ്യക്തമാക്കി. കേരളത്തിൽ 54 ജലവൈദ്യുത പദ്ധതികളാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതത്തിന് പിന്നാലെ തന്നെ കേരളം വിലങ്ങലിച്ചതിന് ശേഷം ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിനെ ചൊല്ലിയുള്ള ആശങ്കകൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. ഡാമിന് ബലക്ഷയമുണ്ട് എന്നുള്ള പ്രചരണം ശക്തി പ്രാപിച്ചതോടുകൂടി വിശദീകരണവുമായി ജില്ലാ ഭരണകൂടം തന്നെ രംഗത്ത് വരികയാണ്. മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് കാട്ടി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ച ഗൂഗിൾ എർത്ത് ചിത്രമാണ് ഇത്. പ്രമുഖർ ഉൾപ്പെടെ ചിത്രം പങ്കുവച്ചതോടുകൂടി ഡാം വലിയ ദുരന്തം വിതയ്ക്കാൻ ഒരുങ്ങുകയാണ് എന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായി. ഇത്തരം ചർച്ചകൾക്കായി സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെട്ടതോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ജില്ലാ കളക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഡാമിലെ ജലനിരപ്പ് നിലവിൽ 131.70 അടിയാണെന്നും 136 അടിയിലെത്തിയാലേ സ്പിൽവേ ഷട്ടറുകളുടെ ലെവൽ വെള്ളം എത്തുകയുള്ളൂ എന്നും 142 അടിയാണ് അനുവദനീയ സംഭരണ ശേഷി. മഴ കനത്ത സാഹചര്യത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച ഉപസമിതി ഡാമിൽ പരിശോധന നടത്തിയിരുന്നെന്നും മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണ് എങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് നിലവിലെ റിപ്പോർട്ട്. പക്ഷെ അതേസമയം കഴിഞ്ഞ ദിവസം MP കൂടിയായ NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തിനോട് അഭിപ്രായം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു മഹാപ്രളയമോ അല്ലെങ്കിൽ 1924 ഉണ്ടായതുപോലെ മഹാപ്രളയമോ അല്ലെങ്കിൽ ഒരു ഭൂചലനമോ ഒക്കെ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ തീർച്ചയായിട്ടും അത് സുരക്ഷിതമല്ല. കാരണം തെളിവുകൾ നിരത്തിയാണ് കേരളം ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. സുരക്ഷിതമല്ല, അങ്ങനെയാണെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പേടിപ്പിക്കുന്നതല്ല, ചില സത്യങ്ങൾ പറയുന്നതാണ്. എന്തായാലും മുല്ലപ്പെരിയാറിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിദഗ്ധ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും വിദഗ്ധ സമിതി അതിൽ കൃത്യമായ തീർപ്പ് ഉണ്ടാക്കേണ്ടതുണ്ടെന്നും ദീർഘകാലത്തേക്ക് അനന്തമായി ഈ ഒരു നിരീക്ഷണം നീണ്ടുപോകാതെ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും അവരുടെ ഭീതി കുറയ്ക്കണമെന്നും വ്യക്തമാക്കുകയാണ് NK പ്രേമചന്ദ്രൻ MP. ഒരു മഹാപ്രളയമൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഡാമിന് അത് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്.